ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ജിലേബിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജിലേബിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കല്യാണങ്ങൾക്കും സൽക്കാരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചൂടോടെ ഉണ്ടാക്കുന്ന ജിലേബി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജിലേബി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി റെഡിയാക്കിയിട്ട് വെക്കണം. അതിന് വേണ്ടി ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തിന്. ഒരു സോസ് പാൻ എടുക്കുന്നതാവട്ടോ നന്നാവുക. പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു കപ്പിലും കുറച്ച് കുറവായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര അളവ് കാണിക്കുന്നത്. കുറേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 കപ്പ് പഞ്ചസാരയും പിന്നെ 1 കപ്പ് വെള്ളം എടുക്കുക. ഇപ്പം ഞാൻ 1 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം അലിക്കാൽ തന്നെ നമ്മളെ പാനി റെഡി ആയിട്ട് കിട്ടും. ഇതൊന്ന് കട്ടിയായിട്ട് വന്നാൽ മതി. ഇങ്ങനെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ജിലേബി ഇതിൻ്റെ ഉള്ളിൽ കിട്ട് കഴിഞ്ഞാൽ ഈ പഞ്ചസാര പാനി ജിലേബിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പം ആ ഒരു തരത്തിലുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരു ഇത്തിരി ഒന്ന് കട്ട് ചെയ്യാൻ മതി. കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും, എന്താ പറയുക, കുറച്ചൊരു തിക്നെസ് ഉള്ള പോലെ തോന്നും. അതുപോലെ ആയാൽ മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽക്കായിട്ട് കുറച്ച് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചത് ഇനി. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായൻ്റെ പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതും കൂടെ നമ്മുടെ പാനിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ജിലേബി ഉണ്ടാക്കുമ്പോണ്ടല്ലോ നമ്മൾ ജിലേബിൻ്റെ മാവിൽ കളർ ചേർക്കില്ല, ഈ ഒരു പാനിയിലാണ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനൊരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ, പൗഡർ ആയിട്ടുള്ള കളറാണ്. നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ ഇടൂലേ, ആ ഒരു കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്താൽ മതി. അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇനി ജിലേബിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഈനോ ആണ്. ഈനോ പറഞ്ഞാൽ ഫ്രൂട്ട് സോൾട്ടാണ്, എല്ലാവർക്കും അറിയാൻ മതിയാവും. ഇതിപ്പം എല്ലാ കടകളിലും കിട്ടാനുണ്ട്. നമുക്കിപ്പം സൂപ്പർ മാർക്കറ്റ്സിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്സിലായാലും കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വേണം. അത് മൊത്തത്തിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുക. ഈ ഒരു സെയിം അളവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ നെയ്യ് പൊടികളുടെ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടിന് പൊടി കുഴക്കൂലേ, അതേപോലെ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുത്താലും മതി. പിന്നെ നമുക്ക് 1/4 കപ്പ് വെള്ളം വേണം. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ മിക്സാക്കാനും ബുദ്ധിമുട്ടാവും, പിന്നെ കട്ടകളും ഉണ്ടാവും. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സാക്കിയിട്ട് എടുക്കുക. വിസ്ക് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചൊരു ലൂസും അല്ല തിക്കും അല്ല. നമ്മൾ ഇപ്പോൾ പഴംപൊരിക്കൊക്കെ മാവ് ആക്കൂലേ, ആ ഒരു ടൈപ്പിലുള്ള മാവാണിത്. ഇനി ജിലേബി വരക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ സോസ് ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കണേ, ആ ഒരു സോസ് ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ആക്കി കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കവർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഈ മാവ് നിറച്ചിട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗ് പോലെ തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പൈപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മൊത്തം മാവും ഒരുമിച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കണ്ട, അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. ഞാനിപ്പോൾ ഒരു പകുതി മാത്രമേ ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് അത് ഇതാ എൻഡിലായിട്ട് ഒന്നുകിൽ ഒരു കെട്ടിടുക, അല്ലെങ്കിൽ നല്ലോണം ട്വിസ്റ്റ് ചെയ്തിട്ട് പിടിക്കുക. അപ്പോൾ നമുക്ക് ജിലേബി പൊരിച്ചെടുക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതൊരു പാനും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് മുങ്ങിക്കിടക്കണം, അപ്പോൾ അത്രയും ഓയിൽ ഒഴിച്ച് കൊടുക്കണം.
ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കിയിട്ട് നമ്മൾ ആ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള മാവുണ്ടല്ലോ അതിതാ ഇങ്ങനെ ചുറ്റിച്ച് വരച്ചു കൊടുക്കുക. സാധാരണ ജിലേബിൻ്റെ ഷേപ്പ് എങ്ങനെ അതേപോലെ ആക്കിയിട്ട് വരക്കുക. ഇപ്പം ഞാൻ ആക്കിയിട്ടുള്ള ഈ മാവിൽ കുറച്ച് വെള്ളം കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഫ്ലോയി ആയിട്ട് നിൽക്കുന്നത്. നമുക്കൊരിത്തിരിയും കൂടെ കട്ടി വേണം. അപ്പം ഞാൻ ഈ ഒരു 4 ഉണ്ടാക്കിയതിന് ശേഷം മാവിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുത്തേണ്. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തേണ്. ഇപ്പം നമ്മളെ മാവ് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ ഹോള് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേനെ. നേരത്തെ അത് ഭയങ്കര കുഞ്ഞായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഒരിത്തിരിയും കൂടെ വലുതാക്കിയിട്ട് ഹോളാക്കീന്. ഇപ്പം നല്ല സുഖത്തിൽ ഇതിങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലിച്ച് വരേനെ. ഇതിന് ആ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം ജിലേബി ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെ ഇവർ ഇത്രയും പെട്ടെന്ന് വരക്കണേന്ന്. പക്ഷേ ഈസിയാണ് കേട്ടോ, നമുക്കും ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് ക്രിസ്പി ആയിട്ട് വരുമ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാ ജിലേബിയും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ കളറൊക്കെ ആക്കിയിട്ട് എടുക്കാം. ഞാൻ അത്രയും നേരം ഒന്നും ഓയിലിൽ വെക്കണില്ല. 2 സൈഡും ക്രിസ്പി ആയി കഴിഞ്ഞാൽ നേരെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ആക്കിയിട്ടുള്ള പാനി ഉണ്ടല്ലോ അതിൽക്കായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ താഴത്തേക്ക് പ്രസ്സാക്കിയിട്ട് പിടിക്കണം. ഇപ്പം തന്നെ ഇതിൻ്റെ കളറ് മാറിയത് കണ്ടില്ലേ. ഒരു 10 സെക്കൻഡ് ഈ പാനിയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് പ്രസ്സാക്കി എടുത്താൽ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ചസാരൻ്റെ ആ വെള്ളം നല്ലോണം കയറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതേപോലെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. ഞാനിതിന് മുന്നേ ഒന്ന് ട്രയൽ നോക്കിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പീസാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പാനിയിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇനി ഞാൻ ബാക്കിയുള്ള ജിലേബികളും പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലെയിം കൂടാനും പാടില്ല, എന്നാൽ നല്ലോണം കുറയാനും പാടില്ല. ഒരു മീഡിയത്തിൽ വേണം വെക്കാനായിട്ട്. നല്ലോണം കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. കുറഞ്ഞു കഴിഞ്ഞാലും ഈ സെയിം പ്രശ്നം തന്നെയാണുള്ളത്. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഈ പഞ്ചസാരപ്പാനി നമ്മുടെ ഈ റെസിപ്പിക്ക് കറക്റ്റ് അളവാണ് കേട്ടോ. അത്രയും ജിലേബിക്ക് ഇത്ര പഞ്ചസാരപ്പാനി തന്നെ മതിയാവും. പിന്നെ ഇത് ഓവറാണല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. കാരണം ഈ പഞ്ചസാരൻ്റെ വെള്ളം നല്ലോണം ജിലേബി കുടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആവശ്യത്തിനുള്ളതാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജിലേബിയെല്ലാം ഞാൻ പൊരിച്ചെടുത്ത് പഞ്ചസാരപ്പാനിയിൽ മുക്കി എടുത്തിട്ടുണ്ട്. കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ജിലേബിൻ്റെ സെയിം പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ടേസ്റ്റും അതുപോലെ തന്നെ. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് മേലെ. നട്ട്സൊക്കെ വരുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഇത് നല്ല ക്രഞ്ചിയാണ് കേട്ടോ. ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് കഴിച്ചു നോക്കി. അപ്പോഴും ക്രഞ്ചിനെസ് ഒന്നും കുറഞ്ഞിട്ടില്ല. ആ ഒരു സെയിം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നല്ല കറുമുറുവായിട്ടുള്ള ജിലേബിയാണ്. കണ്ടിയിലെ ഉള്ളിലൊക്കെ നല്ലോണം പഞ്ചസാരൻ്റെ പാനി കയറിയിട്ടുണ്ട്. പിന്നെ ഞാനിത് കുറച്ച് സമയം മാത്രമേ ആ പാനിയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഓവർ മധുരമായിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം പാനിയിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓവർ മധുരമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മസ്തായിട്ട് പോകും, വല്ലാതെ കഴിക്കാൻ പറ്റില്ല. ഇതാകുമ്പം കുറേ കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇത് ഞാനിപ്പം ആമസോണിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണ്. അതും അന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ക്യൂബ്സ് ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. 3000 സംതിങ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെറിലിംഗ് സിൽവറാണ്. അതിലിങ്ങനെ റോസ് ഗോൾഡ് കളറാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.